ത്രിയേക ദൈവ തിരുനാമത്തിന് മഹത്വം ഉണ്ടായിരിക്കട്ടെ. കർത്താവിൽ സ്നേഹം നിറഞ്ഞിരിക്കുന്നവരെ, അല്പസമയം ദൈവത്തിൻ്റെ മാറ്റമില്ലാത്ത വചനം ധ്യാനിക്കുവാൻ, ചിന്തിക്കുവാൻ ദൈവം നൽകുന്ന ഈ വലിയ അവസരത്തിനായിട്ട് നമുക്ക് ദൈവത്തെ മഹത്വപ്പെടുത്താം. ഇന്ന് അല്പസമയത്തെ ദൈവവചന ചിന്തയ്ക്കായിട്ട് ശുദ്ധമുള്ള യോഹന്നാൻ ശ്ലീഹ എഴുതിയ സുവിശേഷം 11-ാം അധ്യായത്തിൽ നിന്ന് ധ്യാനിക്കുവാനാണ് ആഗ്രഹിക്കുന്നത്. 11-ാം അധ്യായത്തിൻ്റെ 6-7 വചനഭാഗം വായിക്കുമ്പോൾ നാം കാണുന്ന ഒരു സംഭവം, കർത്താവ് വളരെ സ്നേഹിക്കുന്ന ലാസർ ഇതാ രോഗശയ്യയിലാണ്, മരണശയ്യയിലാണെന്ന് കർത്താവ് അറിയുന്നു. പക്ഷേ അത് കഴിഞ്ഞ് 2 ദിവസം കൂടി കഴിഞ്ഞാണ് കർത്താവ് ആയിരിക്കുന്നിടത്ത് നിന്ന് ലാസറിൻ്റെ ഭവനത്തിലേക്ക് പോവുക. കർത്താവ് ചെന്നപ്പോൾ ലാസർ മരിച്ച് 4 ദിവസം കഴിഞ്ഞിരുന്നു. പിന്നീടുള്ള സംഭവങ്ങളുമായിട്ട് ബന്ധപ്പെട്ട ഒരു 3 ചിന്തകൾ ദൈവത്തിൽ ആശ്രയിച്ച് നിങ്ങളുമായിട്ട് പങ്കുവെക്കുവാനാണ് പ്രിയപ്പെട്ടവരെ ആഗ്രഹിക്കുന്നത്. നമ്മൾ കാണുന്നു ശുദ്ധമുള്ള യോഹന്നാൻ ശ്ലീഹയുടെ സുവിശേഷം 11-ാം അധ്യായം 33-ാം വാക്യത്തിൽ നമ്മൾ വായിക്കുന്നത്, ലാസറിൻ്റെ മരണശേഷം മറിയവും കൂടെയുള്ള യഹൂദനും ചങ്ക് പൊട്ടിക്കരയുക. അതായത് മരിച്ച് 4 ദിവസം കഴിഞ്ഞിട്ടും അവിടുത്തെ കരച്ചിലും വിലാപവും തീർന്നിട്ടില്ല. ചങ്ക് പൊട്ടിക്കരയുക. യോഹന്നാന്റെ സുവിശേഷം 11-ാം അധ്യായം 34-ാം വാക്യം 34 നമ്മൾ കാണുന്നു, കർത്താവിൻ്റെ അപ്പോഴത്തെ മാനസികാവസ്ഥ എന്തെന്ന് നാം കാണുകയാണ്. വചനം പറയുന്നു, കർത്താവിൻ്റെ ഉള്ളം നൊന്ത് കലങ്ങി. 35-ാം വാക്യം, കർത്താവ് കണ്ണുനീർ വാർത്തു. ഒന്നാമത്തെ ധ്യാനം, മനുഷ്യൻ്റെ കണ്ണുനീരിനെ മറികടന്നു പോകാത്ത ഒരു ദൈവമുണ്ട്. ഒന്നാമത്തെ ധ്യാനം അതാണ്. മനുഷ്യൻ്റെ കണ്ണുനീരിനെ മറികടന്നു പോകാത്ത ഒരു ദൈവമുണ്ട്. കരയുന്നവൻ്റെ കൂടെ കരയുന്ന ഒരു ദൈവം, കരയുന്നവനെ ആശ്വസിപ്പിക്കുന്ന ഒരു ദൈവം, കരയുന്നവൻ്റെ ജീവിതത്തിലേക്ക് ഇറങ്ങി വരുന്ന ഒരു ദൈവം. അതാണ് ഈ വചനഭാഗത്ത് നാം കാണുന്നത്. പ്രിയപ്പെട്ടവരെ, മനുഷ്യൻ്റെ കണ്ണുനീരിനെ മാനിക്കുന്ന ഒരു ദൈവമുണ്ട്. മനുഷ്യൻ്റെ കണ്ണുനീരിനെ മാനിക്കുന്ന, മനുഷ്യൻ്റെ കണ്ണുനീരിനെ മറികടന്നു പോകാത്ത ഒരു ദൈവമാണ് എൻ്റെ ദൈവം. ഉയർത്തെഴുന്നേറ്റ ക്രിസ്തു ചോദിക്കുന്ന ആദ്യത്തെ ചോദ്യം ശുദ്ധമുള്ള യോഹന്നാൻ ശ്ലീഹ എഴുതിയ സുവിശേഷം 20-ാം അധ്യായം 13-ാം വാക്യത്തിൽ നമ്മൾ കാണുന്നുണ്ട്, സ്ത്രീയെ നീ എന്തിന് കരയുന്നു? സ്ത്രീയെ നീ കരയുന്നത് എന്താ? പ്രിയപ്പെട്ടവരെ, എല്ലാവർക്കും ഒന്നും കരഞ്ഞു പ്രാർത്ഥിക്കാൻ സാധിക്കുകയില്ല. ദൈവത്തോട് അത്രമേൽ ആത്മബന്ധമുള്ള, ഹൃദയശുദ്ധിയുള്ള വ്യക്തികൾക്കാണ് ദൈവസന്നിധിയിൽ കരഞ്ഞ് പ്രാർത്ഥിക്കാൻ സാധിക്കുന്നത്. അപ്പോൾ മറന്നു പോകരുതാത്തൊരു കാര്യം, എൻ്റെ കണ്ണുനീരിനെ മറികടന്നു പോകാത്ത ഒരു ദൈവമാണ് എൻ്റെ ദൈവം. സഭാപ്രസംഗി 11-ാം അധ്യായം 1-ാം വചനം, നിന്റെ അപ്പത്തെ വെള്ളത്തിന്മേലെറിയുക, ഏറിയ നാൾ കഴിഞ്ഞിട്ട് നിനക്കത് കിട്ടും. നിന്റെ അപ്പത്തെ വെള്ളത്തിന്മേലെറിയുക, ഏറിയ നാൾ കഴിഞ്ഞിട്ട് നിനക്കത് കിട്ടും. അപ്പത്തെ വെള്ളത്തിന്മേൽ എറിഞ്ഞാൽ, ഒരു പുഴയിലേക്ക് അപ്പം എറിഞ്ഞാൽ എന്താ സംഭവിക്കുന്നത്? നിമിഷ നേരം കൊണ്ട് മറ്റ് മത്സ്യങ്ങളോ മീനുകൾ അത് വെട്ടിത്തിന്നും. അല്ലെങ്കിൽ കുറച്ച് കഴിയുമ്പോൾ അത് ആ അപ്പം പൊടിഞ്ഞ് ആ വെള്ളത്തിൽ ലയിക്കും. ഇവിടെ എന്താണ് ഉദ്ദേശിക്കുക സഭാപ്രസംഗി? ഇതാ, നിന്റെ അപ്പത്തെ വെള്ളത്തിന്മേൽ എറിയുക, ഏറിയ നാൾ കഴിഞ്ഞിട്ട് നിനക്കത് കിട്ടും. അപ്പോൾ നമ്മൾ ഉദ്ദേശിക്കുന്ന അപ്പവും നമ്മൾ ഉദ്ദേശിക്കുന്ന വെള്ളവും അല്ല. അപ്പം എന്നാൽ പ്രാർത്ഥനയാണ്, വെള്ളമെന്നാൽ കണ്ണുനീരാണ്. അങ്ങനെയാണെങ്കിൽ എന്താണ് ഇവിടെ വചനത്തിൽ ഉദ്ദേശിക്കുന്നത്? നിന്റെ പ്രാർത്ഥനയെ കണ്ണുനീരിന്മേലെറിയുക, നിനക്കതിന് മറുപടി ഇല്ലാതെ പോവുകയില്ല. നിന്റെ പ്രാർത്ഥനയെ കണ്ണുനീരിന്മേലെറിയുക, ഇന്നല്ലെങ്കിൽ നാളെ നിനക്കതിന് മറുപടി ഇല്ലാതെ പോവുകയില്ല. 126-ാം സങ്കീർത്തനം 5-ാം വാക്യത്തിൽ നാം വായിക്കുന്നുണ്ടല്ലോ, കണ്ണുനീരോടെ വിതയ്ക്കുന്നവൻ ആർപ്പോടെ കൊയ്യും. പ്രിയപ്പെട്ടവരെ, അപ്പോൾ ഒന്നാമത്തെ ധ്യാനം അതാണ്. എൻ്റെ കണ്ണുനീരിനെ മറികടന്നു പോകാത്തൊരു ദൈവമുണ്ട്. എൻ്റെ കണ്ണുനീരിനെ മാനിക്കുന്നൊരു ദൈവമുണ്ട്. മറ്റു മനുഷ്യരെ, ലോകപരമായിട്ട് ചിന്തിച്ചാൽ മറ്റു മനുഷ്യരെ സംബന്ധിച്ചിടത്തോളം എൻ്റെ കണ്ണുനീര് കാണുമ്പോൾ അവർ സഹതപിക്കും, കഷ്ടമായിപ്പോയി. മാറി നിന്നിട്ട് ഒരു പക്ഷേ പറയാം, അവൻ്റെ കയ്യിലിരിപ്പിൻ്റെ ഗുണം കൊണ്ടാണല്ലോ അവനിങ്ങനെ എത്തിയത്. അപ്പം ഇത്രയൊക്കെ ഉള്ളൂ മനുഷ്യന് പ്രതീക്ഷിക്കേണ്ടത്. പ്രിയപ്പെട്ടവരെ, എൻ്റെ കണ്ണുനീരിനെ മനസ്സിലാക്കുന്ന, എൻ്റെ കണ്ണുനീരിനെ മാനിക്കുന്ന, എൻ്റെ കണ്ണുനീരിനെ മറികടന്നു പോകാത്ത ഒരു ദൈവം എനിക്കുണ്ട്. ഹാഗർ മരുഭൂമിയുടെ ആഴങ്ങളിൽ എന്ത് ചെയ്യണമെന്നറിയാതെ ഉഴറി നിൽക്കുമ്പോൾ ഹാഗർ മനസ്സിലാക്കിയൊരു സത്യമാണ്.
ഹാഗർ മനസ്സിലാക്കിയ വലിയൊരു സത്യമാണ്, എൻ്റെ കണ്ണുനീരിനെ മാനിക്കുന്ന ഒരു ദൈവമുണ്ട്. ഈ ലോകത്താർക്കും, ഇതാ അബ്രഹാമിൻ്റെ ഭവനത്തിൽ ആർക്കും അവളുടെ കണ്ണുനീരിനെ മാനിച്ചില്ല, കണ്ണുനീരിനെ മനസ്സിലാക്കിയില്ല. പക്ഷേ എൻ്റെ കണ്ണുനീരിനെ മാനിക്കുന്ന ഒരു ദൈവം ജീവിച്ചിരിക്കുന്നു എന്ന് ഹാഗർ മനസ്സിലാക്കി. പ്രിയപ്പെട്ടവരെ, നമ്മുടെ ജീവിതത്തിൽ ഒന്നാമത്തെ ധ്യാനം നമ്മൾ ഈ വചനഭാഗത്തു നിന്ന് കാണുകയാണ്. എൻ്റെ കണ്ണുനീരിനെ മാനിക്കുന്ന, എൻ്റെ കണ്ണുനീരിനെ മറികടന്നു പോകാത്ത ഒരു ദൈവം എനിക്ക് ഉണ്ട്. രണ്ടാമതായിട്ട് യോഹന്നാൻ ശ്ലീഹ എഴുതിയ സുവിശേഷം 11-ാം അധ്യായത്തിൽ 39-ാം വാക്യത്തിലേക്ക് വരുമ്പോൾ, കല്ല് നീക്കുവിനെന്ന് യേശു പറഞ്ഞു. മരിച്ചവൻ്റെ സഹോദരി മാർത്ത, കർത്താവേ, നാറ്റം വെച്ചു തുടങ്ങി 4 ദിവസമായല്ലോ എന്ന് പറഞ്ഞു. കർത്താവ് പറഞ്ഞു, മാർത്തേ, വിശ്വസിച്ചാൽ നീ ദൈവത്തിൻ്റെ മഹത്വം കാണും. അതായത് കല്ല് നീക്കുവിൻ എന്ന് പറയുമ്പോൾ ലാസറിനെ ഒരു പക്ഷേ ഈ ലോകത്തെ ഏറ്റവും സ്നേഹിക്കുന്ന ഒരാളായ സഹോദരിയായ മാർത്ത പോലും പറയുകയാണ്, കർത്താവേ, കല്ല് നീക്കേണ്ട ആവശ്യമുണ്ടോ? നാറ്റം വെച്ചു തുടങ്ങി, വെച്ചിട്ട് 4 ദിവസം കഴിഞ്ഞല്ലോ, 4 ദിവസമായല്ലോ, നാറ്റം വെച്ചു തുടങ്ങി കാണും. പ്രിയപ്പെട്ടവരെ, മാർത്ത ഉദ്ദേശിക്കുന്നത് എന്താ? ദുർഗന്ധം വമിക്കുന്ന ലാസറിന്റെ ശരീരമാണ് ഈ കല്ല് നീക്കിയാൽ കാണാൻ പോകുന്നത്. പക്ഷേ അങ്ങനെയാണ് എല്ലാവരും വിചാരിക്കുന്നത്. പക്ഷേ പ്രിയപ്പെട്ടവരെ, പുറത്തു വന്നത്, ലാസറേ എന്ന് വിളിക്കുമ്പോൾ പുറത്തു വരുന്നത് ചീഞ്ഞ് നാറിയ ലാസറിന്റെ ശരീരമല്ലല്ലോ, ജീവനുള്ള, ഓജസ്സും തേജസ്സുമുള്ള ലാസറാണ് പുറത്തേക്ക് വരുന്നത്. രണ്ടാമത്തെ ധ്യാനം, നമ്മുടെ ബുദ്ധിയിൽ നാം ചിന്തിക്കുന്നതിനേക്കാൾ വലിയ കാര്യങ്ങൾ നമുക്ക് ചെയ്തു തരാൻ പ്രാപ്തിയുള്ള ദൈവത്തെയാണ് നാം ആരാധിക്കുന്നത്. നമ്മുടെ ബുദ്ധിയിൽ നാം ചിന്തിക്കുന്നതിനേക്കാൾ വലിയ കാര്യങ്ങൾ ചെയ്തു തരാൻ പ്രാപ്തിയുള്ള ദൈവത്തെയാണ് നാം ആരാധിക്കുന്നത്. ചുരുക്കി പറഞ്ഞാൽ, ബുദ്ധിക്ക് അതീതമായിട്ട് ദൈവത്തിൽ വിശ്വസിക്കുന്നവരുടെ ജീവിതത്തിൽ ബുദ്ധിക്ക് അതീതമായ അത്ഭുതങ്ങൾ നടക്കും. ബുദ്ധിക്ക് അതീതമായിട്ട് ദൈവത്തിൽ വിശ്വസിക്കുന്നവൻ്റെ ജീവിതത്തിൽ ബുദ്ധിക്ക് അതീതമായ അത്ഭുതങ്ങൾ നടക്കുവാൻ ഇടയാകും. പ്രിയപ്പെട്ടവരെ, അപ്പോൾ രണ്ടാമത്തെ ധ്യാനം അതാണ്. ലാസറിൻ്റെ സംഭവത്തിൽ നിന്ന് നാം പഠിക്കുന്ന രണ്ടാമത്തെ അനുഭവം അതാണ്. എൻ്റെ ബുദ്ധിയിൽ എനിക്ക് എൻ്റെ ദൈവത്തെ ചുരുക്കാൻ ഒക്കുമോ? ഇല്ല. എൻ്റെ ബുദ്ധിക്കൊക്കെ അതീതമായ അത്ഭുതങ്ങൾ എൻ്റെ ജീവിതത്തിൽ സംഭവിക്കണമെങ്കിൽ ബുദ്ധിക്ക് അതീതമായൊരു വിശ്വാസം എൻ്റെ ജീവിതത്തിൽ ആവശ്യമാണ്. പ്രിയപ്പെട്ടവരെ, തെക്കൻ കേരളത്തിൽ ഒരു കാലഘട്ടത്തിൽ ഉണ്ടായിരുന്ന ഒരു ഉപദേശിയാണ് ജോസഫ് ഉപദേശി. ഈ ജോസഫ് ഉപദേശിയുടെ പ്രത്യേകതയെക്കുറിച്ച് കേട്ടിട്ടുള്ളതാണ്. തിരുവല്ല സൈഡിലാണ് അദ്ദേഹം താമസിച്ചിരുന്നത്. അദ്ദേഹത്തെക്കുറിച്ച് കേട്ടിട്ടുള്ളത്, അദ്ദേഹം രാവിലെ ബൈബിളുമായിട്ട് ഇറങ്ങും, ഓരോ തെരുവീഥിയിൽ ചെന്ന് വചനം പ്രഘോഷിക്കും, കവലകളിലൊക്കെ ചെന്ന് പ്രസംഗിക്കും, കള്ളുഷാപ്പിന് മുമ്പിൽ ചെന്ന് പ്രസംഗിക്കും, പലരും പരിഹസിക്കും, നിന്ദിക്കും. ഇതൊന്നും വിഷയമല്ല. അദ്ദേഹം വചനം പ്രഘോഷിക്കും. അതായത് കവലകളിലും മറ്റ് പുറത്ത് പല സ്ഥലങ്ങളിൽ നിന്നുകൊണ്ട് മനുഷ്യരോട്, ആളുകൾ കൂടുന്ന സ്ഥലങ്ങളിലൊക്കെ ചെന്ന് വചനം പ്രഘോഷിക്കും. ചില ദിവസങ്ങളിൽ അദ്ദേഹം എന്താ ചെയ്യുക? അദ്ദേഹം ഭവനങ്ങൾ ഓരോന്ന് കയറി ഇറങ്ങും. അവിടെ ചെന്ന് മുറ്റത്ത് ചെന്നിട്ട് ചോദിക്കും, അല്പസമയം വചനം പറഞ്ഞോട്ടെ, കർത്താവിൻ്റെ വചനം പറഞ്ഞോളാൻ പറഞ്ഞാൽ മുറ്റത്ത് നിന്ന്, അല്ലെ അവർ വീടിനകത്ത് ഇരിക്കാൻ പറഞ്ഞാൽ വീടിനകത്ത് കയറി അവരോട് വചനം പറയും. അദ്ദേഹം ഇറങ്ങിപ്പോരും. ആരെങ്കിലും എന്തെങ്കിലും സന്തോഷത്തോടെ കൊടുത്താൽ അദ്ദേഹം സ്വീകരിക്കും. അതിനപ്പുറം ഒന്നുമില്ല. അതൊക്കെയാണ് അദ്ദേഹത്തിൻ്റെ ഉപജീവനത്തിൻ്റെ മാർഗവും. അങ്ങനെ മുമ്പോട്ട് പോവുകയാണ്. അദ്ദേഹത്തിന് ഭാര്യയും 3 പെൺകുട്ടികളുമാണുള്ളത്. തിരുവല്ല അടുത്ത് ഒരു വാടക വീട് മാറി താമസിച്ചുകൊണ്ടിരിക്കും. ഒരു വാടക വീട്ടിലാണ് അവർ താമസിക്കുന്ന കാലഘട്ടം. 4 മാസമായി അവിടെ വാടക വീട്ടിൽ താമസിക്കുന്നു. ഒരു മാസം പോലും വാടക കൊടുക്കാൻ അവരെ കൊണ്ട് സാധിച്ചിരുന്നില്ല. വളരെ ദാരിദ്ര്യത്തിലൂടെയും പട്ടിണിയിലൂടെയും കടന്നു പോകുന്ന ഒരു സാഹചര്യമായിരുന്നു. അപ്പോൾ ആ വീട്ടുടമസ്ഥൻ വന്ന്, അദ്ദേഹം വലിയ സമ്പന്നനൊന്നുമല്ല, ഒരു സാധാരണക്കാരനാണ്. അദ്ദേഹം വന്നിട്ട് പറഞ്ഞു, ഞാനും ഒരു പ്രാരാബ്ധക്കാരനാണ്, എന്നെ ഇങ്ങനെ ബുദ്ധിമുട്ടിക്കരുത്, ദയവേത് നിങ്ങൾ ആ വാടക പൈസ തന്നുകൊണ്ട്, അതുകൊണ്ട് നിങ്ങൾക്ക് ഒരുപാട് കാര്യങ്ങൾ ചെയ്യാനുള്ളതാണ്, ദയവേത് ആ വാടക പൈസ തരാമോ? ജോസഫ് ഉപദേശി സത്യം പറഞ്ഞ എല്ലാ സമയത്ത് പണം ഒന്നും കയ്യിലില്ല, പട്ടിണിയാണ്, ദാരിദ്ര്യമാണ്. അദ്ദേഹം പറഞ്ഞു, അടുത്ത മാസം പൂർണ്ണമായിട്ടും തികച്ച് പൈസ തരാം, ഇത്രയും മാസത്തെ ഒന്നിച്ച് പൈസ അടുത്ത മാസം ഇന്ന ഡേറ്റിൽ തന്നേക്കാം എന്ന് വാക്ക് പറഞ്ഞു. അദ്ദേഹം അത് വിശ്വസിച്ച് മടങ്ങിപ്പോയി. ആ ഹൗസ് ഓണർ കൃത്യം അടുത്ത മാസം ആ ദിവസം വന്നപ്പോൾ
ഉപദേശിയുടെ 5 പൈസയില്ല. മാത്രമല്ല 2 ദിവസമായിട്ട് വീട്ടിൽ പട്ടിണിയാണ്. പച്ചവെള്ളം കുടിച്ചാണ് ഭാര്യയും മക്കളും താനും ജീവിക്കുന്നത്. 2 ദിവസമായിട്ട് പട്ടിണിയാണ്, മുഴുപട്ടിണിയാണ്. ഹൗസ് ഓണർ വന്നപ്പോൾ ഉപദേശി പറഞ്ഞു, പണം നൽകാൻ ഒരു വഴിയില്ല, ഒരു കാര്യം ചെയ്യ്, ഒരു ദിവസം കൂടെ സമയം താ, നാളെ വൈകുന്നേരം 4 മണി വരെ എനിക്ക് സമയം താ. 4 മണിയാകുമ്പോൾ ഒന്നെങ്കിൽ ഞാൻ പണം മുഴുവൻ തരും, ഇല്ലെങ്കിൽ 4 മണിയാകുമ്പോൾ ഞാൻ ഈ വീട്ടിൽ നിന്ന് ഇറങ്ങി തരാം. പണം ഇത്രയും മാസത്തെ ആ പണം ഞാൻ എങ്ങനെയെങ്കിലും ഉറപ്പായിട്ടും, അത് കടമായിട്ട് കിടക്കട്ടെ, ഉറപ്പായിട്ട് ഞാൻ എത്രയും പെട്ടെന്ന് വീട്ടിൽ കോളാം. ഞാൻ മാത്രമല്ല, ഞാൻ 4 മണിയാകുമ്പോൾ പണം നൽകിയില്ലെങ്കിൽ ഞാൻ ഇറങ്ങിപ്പോയിക്കോളാം. അദ്ദേഹം ഒന്നും മിണ്ടാതെ ആ ഹൗസ് ഓണർ തിരിച്ചുപോയി. ആ നിമിഷം മുതൽ ഉപദേശിയും ഉപദേശിയുടെ ഭാര്യയും പ്രായപൂർത്തിയായ 3 പെൺകുട്ടികളും, അതാണ് അദ്ദേഹത്തിൻ്റെ ടെൻഷൻ. പ്രായപൂർത്തിയായ പെൺകുട്ടികളെ കൊണ്ട് എവിടെ പോകാനാണ്? അവർ മുട്ടയിൽ നിന്ന് കണ്ണുനീരോടെ ദൈവസന്നിധിയിൽ പ്രാർത്ഥിച്ചുകൊണ്ടേയിരുന്നു. സമയം മുമ്പോട്ട് നീങ്ങി, രാത്രിയായി, പിറ്റേ ദിവസം പകലായി. എന്തെങ്കിലും ഒരു ദൈവത്തിൻ്റെ ഇടപെടൽ ഉണ്ടാവുമെന്ന് ഉറച്ചു വിശ്വസിച്ചവർ മുമ്പോട്ട്, പക്ഷെ ഒന്നും സംഭവിച്ചില്ല. 4 മണിയായപ്പോൾ പ്രത്യേകിച്ചൊന്നും സംഭവിച്ചില്ല. അവർ വാക്ക് പറഞ്ഞതാണ്, ഉള്ള സാധനങ്ങളും തുണികളും എല്ലാം ഭാണ്ഡക്കെട്ട് കെട്ടി എടുത്തിട്ട് കണ്ണുനീരോടെ ജോസഫ് ഉപദേശിയും ഭാര്യയും 3 പെൺകുട്ടികളും ആ ഭവനത്തിൽ നിന്ന് ഇറങ്ങി പ്രിയപ്പെട്ടവരെ ആ താക്കോല് പൂട്ടി അവിടെ വെച്ചു. ഇവരിറങ്ങി നടന്നു. എങ്ങോട്ടാ പോകേണ്ടെന്ന് അറിയത്തില്ല, മറ്റൊരു പോക്കടയില്ല. 5 പൈസ എങ്ങോട്ടെങ്കിലും പോകണം, വല്ല ബന്ധു വീട്ടിൽ പോകണമെങ്കിൽ തന്നെ 5 പൈസ വണ്ടിക്കൂലിക്ക് പോലും ഇല്ല. എന്ത് ചെയ്യണമെന്ന് അറിയാതെ പോവുകയാണ്. അവരവരുടെ ബസ് സ്റ്റാൻഡിൽ, ആ ബസ് സ്റ്റോപ്പിൽ ചെന്ന് നിന്നു. അപ്പോൾ പലരും ഉപദേശം എവിടെ പോകാമെന്നൊക്കെ ചോദിക്കുന്നുണ്ട്. ഇദ്ദേഹം ഒരു ചെറിയ ചിരിക്കുന്ന, ഒരു വിളറെ ചിരി ഇരിക്കുന്നതല്ല, അതിനപ്പുറത്തൊന്നും പറയുന്നില്ല. അങ്ങനെ സമയം മുമ്പോട്ട് പോയിക്കൊണ്ടിരുന്നു. സമയം ഇരുട്ടിയപ്പോഴത്തേക്കിന് ഉപദേശിയുടെ ഭാര്യ അങ്ങ് കരയാൻ തുടങ്ങി. ഉപദേശിക്കും അങ്ങ് ടെൻഷനായി. കാര്യം പ്രായപൂർത്തിയായ 3 പെൺകുട്ടികളെ കൊണ്ട് എവിടെ പോകാനാണ്? ആ ബസ് സ്റ്റോപ്പിൽ തന്നെ ഇരിക്കാൻ ഒക്കുമോ? പലരും പോകുന്നവർ ഉപദേശം എന്തുകൊണ്ടോ ഒക്കെ ചോദിച്ച് പോകുന്നില്ല. അതിനപ്പുറത്ത് ആരും അടുത്ത് വരികയോ സംസാരിക്കുകയും ചെയ്തില്ല. എന്ത് ചെയ്യണമെന്നറിയാതെ കണ്ണിൽ ഇരുട്ട് കയറിയ അവസ്ഥയിൽ കണ്ണുനീരോടെ ഉള്ളിൻ്റെ ഉള്ളിൽ യേശു എന്ന് വിളിച്ച് ഈ ഉപദേശം അവിടെ ഇരിക്കുകയാണ്. കുറച്ച് കഴിഞ്ഞപ്പോൾ ആ നാട്ടിലെ ഒരു കർഷകനായിരുന്നു. ഇപ്പോൾ മക്കളൊക്കെ രക്ഷപ്പെട്ടു. 2 മക്കള്, മൂത്തവൻ ആദ്യം അമേരിക്കയ്ക്ക് പോയി, രണ്ടാമത്തവനെ കൊണ്ടുപോയി. മൂത്തവൻ വിവാഹമൊക്കെ കഴിച്ചു. തൊട്ടടുത്ത് തന്നെ കുറേ സ്ഥലങ്ങളൊക്കെ അവരുടെ ആ ഏരിയയിൽ മേടിച്ചിട്ടു. വലിയൊരു വീട് വെച്ചു. പഴയ തറവാട് വീട് നന്ന ഭംഗിയാക്കി. അപ്പോൾ ഈ കർഷകനായിരിക്കുന്ന ഈ അപ്പനും അമ്മയേ ഉള്ളൂ, ബാക്കി മക്കളെല്ലാം അമേരിക്കയിലൊക്കെയാണ്. പ്രിയപ്പെട്ടവർ, ഇങ്ങനെ ഒരു നല്ല രീതിയിൽ ജീവിക്കുന്ന പ്രാർത്ഥനാ ജീവിതമുള്ള ഒരു മനുഷ്യൻ. ആ മനുഷ്യൻ ഇടയ്ക്ക് തൻ്റെ ഒരു പണിക്കാരനെയും കൊണ്ട്, തൻ്റെ ഒരു വേലക്കാരനെയും കൊണ്ട് പോകുമ്പോൾ ഉപദേശിയും കുടുംബം അവിടെ ഇരിക്കുന്നത് കണ്ടിരുന്നു. തിരിച്ച് സന്ധ്യ ഇരുണ്ട് കഴിഞ്ഞ് തിരിച്ചു വരുമ്പോഴും ബസ് സ്റ്റോപ്പിൽ അതേപടി അവർ ഇരിക്കുന്നത് കണ്ടപ്പോൾ ഈ മനുഷ്യന് എന്തോ ഒരു ചിന്ത. അദ്ദേഹം ചെന്ന് അടുത്തേക്ക് എന്നിട്ട് ചോദിച്ചു, എന്തോ ഉപദേശി ഇങ്ങനെ ഇരിക്കുന്നത്? ഈ ഭാണ്ഡക്കെട്ടുമൊക്കെ കിട്ടി എവിടെ പോവുകയാണ്? ഉപദേശി ആദ്യം ഒന്നും മിണ്ടിയില്ല. നിർബന്ധിച്ചു ചോദിച്ചപ്പോൾ പറഞ്ഞു, ഇതാണ് സാഹചര്യം, വീട്ടിൽ നിന്ന് കൊടുക്കേണ്ടി വന്നു. എങ്ങോട്ട് പോകണമെന്ന് അറിയത്തില്ല, 5 പൈസ ഇല്ല കയ്യിൽ, പെൺകുട്ടികളായിട്ട് എങ്ങോട്ട് പോകണമെന്ന് അറിയത്തില്ല എന്ന് പറഞ്ഞപ്പോൾ ഉപദേശിയുടെ കണ്ണങ്ങ് നിറഞ്ഞ് തുളുമ്പിയും. പെട്ടെന്ന് ഈ മനുഷ്യൻ ഉപദേശിയുടെ കയ്യെ കയറി പിടിച്ചിട്ട് പറഞ്ഞു, എൻ്റെ പൊന്നു ഉപദേശി, ഇത്രയുള്ള പ്രശ്നം, ഇതൊരു പ്രശ്നമല്ല ഉപദേശി എന്ന് പറഞ്ഞിട്ട് പറഞ്ഞു, എൻ്റെ മൂത്തവൻ ഞങ്ങളുടെ വീടിനടുത്ത് തൊട്ടടുത്ത് വലിയൊരു വീട് വെച്ചിട്ടിട്ടുണ്ട്, ഒരു ഔട്ട് ഹൗസൊക്കെ പണിതിട്ടിട്ടുണ്ട്. ഇന്നലെ വൈകിട്ടും കൂടെ അവൻ വിളിച്ചപ്പോൾ പറഞ്ഞതേ ഉള്ളൂ, വീട് അത്രയും വലിയ വീട് വെച്ച് വാടകയ്ക്ക് കൊടുക്കാനൊക്കത്തില്ല, വല്ലപ്പോഴും 1-2 വർഷം കൂടുമ്പോഴാണ് അവരൊന്ന് വരുന്നത്, നാട്ടിലേക്ക് വരുന്നത്. അത്രയും വലിയ വീട് അത് സൂക്ഷിക്കാൻ എന്നെക്കൊണ്ട് അതൊക്കത്തില്ലെന്ന് അവർക്കറിയാം. അതുകൊണ്ട് ആ ഔട്ട് ഹൗസിലേക്ക് ഏതെങ്കിലും ഒരു പാവപ്പെട്ട ആ ഒരു കുടുംബത്തെ കൊണ്ട് താമസിപ്പിക്കുക, എന്നിട്ട് അവരോട് ആ വീടും വാടകയൊന്നും തരണ്ട, ആ വീടൊക്കെ വൃത്തിക്ക് ഭംഗിയാക്കി ഇടാൻ പറ എന്ന് ഇന്നലെ വൈകിട്ടും കൂടെ അവൻ പറഞ്ഞോളൂ. ധൈര്യമായിട്ട് എൻ്റെ കൂടെ വാ, ഞങ്ങളുടെ ഔട്ട് ഹൗസിൽ താമസിക്കാമെന്ന് പറഞ്ഞുകൊണ്ട് ഇവരെയും കൊണ്ട് കൂട്ടിക്കൊണ്ട് പോവുകയാണ്. ഇവരെ കൂട്ടിക്കൊണ്ട് ഈ നല്ല മനുഷ്യൻ തൻ്റെ മകൻ്റെ വീടിൻ്റെ വാതിക്കൽ എത്തിക്കഴിഞ്ഞപ്പോൾ പറഞ്ഞു, അല്ല ഉപദേശി, കർത്താവിൻ്റെ വചനം പറയുന്നൊരു മനുഷ്യനല്ലേ, അവിടെയല്ല, ഔട്ട് ഹൗസിലല്ല, ഈ വീട്ടിൽ തന്നെ താമസിക്കണം. മാത്രമല്ല ഉപദേശിക്ക് സ്വന്തമായിട്ടൊരു വീടുണ്ടാകുന്നുണ്ട്, വരെ ഇവിടെ ധൈര്യമായിട്ട് താമസിക്കാം. എൻ്റെ മക്കൾ വല്ലപ്പോഴും വന്നാൽ താമസിക്കാൻ തൊട്ടിപ്പുറത്ത് തറവാട് വീടുണ്ടല്ലോ, ഭാരപ്പെടണ്ട എന്ന് പറഞ്ഞു. പ്രിയപ്പെട്ടവരെ, അങ്ങനെ അവരെ അവിടെ താമസത്തിനുള്ള സൗകര്യങ്ങളെല്ലാം ഒരുക്കി കൊടുത്തു. താക്കോലെടുത്ത് തുറന്ന് എല്ലാ സൗകര്യങ്ങളും ഒരുക്കി കൊടുത്ത സമയത്ത് ഈ നല്ല മനുഷ്യൻ മനസ്സിലാക്കിയ കാര്യമാണ്, ഈ ജോസഫ് ഉപദേശി കുറേ പാത്രങ്ങളൊക്കെ കൊണ്ടുവന്നു, അല്ലാതെ അരിയോ സാധനം ഒന്നുമില്ല. അദ്ദേഹത്തിന് മനസ്സിലായി ഇവർ പട്ടിണിയാണ്. പെട്ടെന്ന് തൻ്റെ വേലക്കാരനെ വിട്ടിട്ട് വീട്ടിൽ നിന്ന് കുറേ അധികം സാധനങ്ങൾ, അരിയും സാധനങ്ങളും എല്ലാം കൊണ്ടുവന്നു, ഇവർക്ക് കൊടുത്തു. പ്രിയപ്പെട്ടവരെ, വൈകിട്ട് 2 ദിവസത്തിന് ശേഷം, പട്ടിണിക്ക് ശേഷം വയറ് നിറച്ച് കഞ്ഞിയും കുടിച്ചിട്ട്
എന്ത് ചെയ്യണമെന്ന് അറിയാതെ നിന്നിരുന്ന സാഹചര്യത്തിന് ദൈവം സുരക്ഷിതമായൊരു സ്ഥലം ഒരുക്കിയ ആ സന്തോഷത്തിൽ ഇവർ കയറി കടക്കുകയാണ്. ഭാര്യയും മക്കളും പെട്ടെന്ന് ഉറങ്ങിയെങ്കിലും ഈ മനുഷ്യന് ഉറക്കം വരുന്നില്ല. കണ്ണിൽ നിന്ന് ടാപ്പ് തുറക്കുന്ന പോലെ കണ്ണുനീരിങ്ങനെ ഒഴുകിക്കൊണ്ടിരിക്കുക. എന്ത് വല്ലാത്തൊരു മാനസികാവസ്ഥ. അങ്ങ് കരയുകയാണ്. താൻ പോലും അറിയാതെ തന്നെ അങ്ങ് കരയുക. ചാടി എഴുന്നേറ്റിട്ടൊരു തിരി കത്തിച്ച് വെച്ചിട്ട് തൻ്റെ ബൈബിൾ എടുത്ത് മുട്ട നിൽക്കുന്ന സമയത്ത് അദ്ദേഹത്തിൻ്റെ ഉള്ളിലേക്ക് ദൈവത്തിൻ്റെ ആത്മാവ് കൊടുത്ത ഒരു വരികളാണ്: കരുതുന്നവൻ ഞാനല്ലയോ, കലങ്ങുന്നതെന്തിനു നീ, കണ്ണുനീരിൻ്റെ താഴ്വരയിൽ കൈവിടുകയില്ല ഞാൻ നിന്നെ. കരുതുന്നവൻ ഞാനല്ലയോ, കലങ്ങുന്നതെന്തിനു നീ, കണ്ണുനീരിൻ്റെ താഴ്വരയിൽ കൈവിടുക ഇല്ല ഞാൻ നിന്നെ. ഈ മനുഷ്യൻ പാടിക്കൊണ്ട് കണ്ണുനീരോടെ ഒരു പേപ്പറും കഷ്ണം എടുത്ത് എഴുതിയ പാട്ടാണ്. അവിടെ ആ മുട്ടയിൽ നിന്നുകൊണ്ട് ഈ രാത്രിയിൽ ആ സാഹചര്യത്തിൽ എഴുതിയ പാട്ടാണ് നമ്മളെല്ലാം പാടാറുള്ള ഈ കരുതുന്നവൻ ഞാനല്ലയോ എന്നുള്ള ഗാനം. പ്രിയപ്പെട്ടവരെ, മനുഷ്യൻ്റെ കണ്ണുനീരിനെ മാനിക്കുന്ന ഒരു ദൈവം, നമ്മൾ ചിന്തിക്കുന്നതിന് അപ്പുറമായിട്ട് നമ്മുടെ ജീവിതത്തിൽ ഇടപെടുന്ന ഒരു ദൈവമുണ്ട്. മൂന്നാമത്തെ ചിന്തയിലേക്ക് നാം പ്രവേശിക്കുകയാണ്. മൂന്നാമത്തെ ചിന്ത, പ്രിയപ്പെട്ടവരെ, ഇവിടെ കാണുന്നത് 41 മുതൽ 43 വരെയുള്ള വചനഭാഗത്ത്. യോഹന്നാൻ ശ്ലീഹ സുവിശേഷം 11-ാം അധ്യായം 41 മുതൽ 43 വരെയുള്ള വചനഭാഗത്ത് നാം കാണുന്നത്, കല്ല് മാറ്റാൻ പറഞ്ഞു. അതിനുശേഷം നമ്മൾ അവിടെ വായിക്കുന്നത് വളരെ ശ്രദ്ധിച്ചു വായിച്ചാൽ ഒരു വലിയ പ്രത്യേകത നമുക്ക് കാണാൻ സാധിക്കും. 11-ാം അധ്യായത്തിൻ്റെ 40 മുതൽ വായിക്കുമ്പോൾ, യേശു അവളോട്, വിശ്വസിച്ച നീ ദൈവത്തിൻ്റെ മഹത്വം കാണുമെന്ന് ഞാൻ നിന്നോട് പറഞ്ഞില്ലയോ എന്ന് പറഞ്ഞു. അവർ കല്ലു നീക്കി. യേശു മേലോട്ട് നോക്കി. പിതാവേ, നീ എൻ്റെ അപേക്ഷ കേട്ടതിനാൽ ഞാൻ നിന്നെ വാഴ്ത്തുന്നു. നീ എപ്പോഴും എൻ്റെ അപേക്ഷ കേൾക്കുന്നു എന്ന് ഞാൻ അറിഞ്ഞിരിക്കുന്നു. എങ്കിലും നീ എന്നെ അയച്ചു എന്ന് ചുറ്റും നിൽക്കുന്ന പുരുഷാരം വിശ്വസിക്കേണ്ടതിന് അവരുടെ നിമിത്തം ഞാൻ പറയുന്നു എന്ന് പറഞ്ഞ് ഇങ്ങനെ പറഞ്ഞു, ലാസറെ പുറത്തു വരിക. പ്രിയപ്പെട്ടവരെ, യഥാർത്ഥത്തിൽ ലാസറിനെ ഉയർപ്പിച്ചു കഴിഞ്ഞല്ലേ കർത്താവ് പിതാവിന് നന്ദി പറയേണ്ടത്? സാധാരണ നമ്മളൊരു ഉപകാരം സ്വീകരിച്ചതിന് ശേഷമാണല്ലോ നന്ദി പറയുന്നത്. ഒരു ഉപകാരം സ്വീകരിച്ചതിന് ശേഷമാണ് സാധാരണഗതിയിൽ നമ്മൾ നന്ദി പറയുന്നത്. എന്നാൽ ഇവിടെ കർത്താവ് ആദ്യം തന്നെ വന്ന് നിന്നിട്ട് ഒറ്റ പ്രാർത്ഥനയാണ്. ലാസറെ പുറത്തു വരിക എന്നൊക്കെ പറഞ്ഞ് ലാസറിനെ ഉയർപ്പിക്കുന്നതിന് മുമ്പ് കല്ല് നീക്കാൻ പറഞ്ഞു. കല്ല് നീക്കിയതിന് ശേഷം അവിടെ നിന്നുകൊണ്ട് പ്രാർത്ഥിക്കുക, പിതാവേ, നീ എൻ്റെ അപേക്ഷ കേട്ടതിനാൽ ഞാൻ നിനക്ക് നന്ദി പറയുന്നു, നിന്നെ വാഴ്ത്തുന്നു. കാരണം നീ എപ്പോഴും എൻ്റെ അപേക്ഷ കേൾക്കുമെന്ന് എനിക്കറിയാം. പ്രിയപ്പെട്ടവരെ, എന്തുകൊണ്ടാണ് ഒരു ഉപകാരം സ്വീകരിച്ച് അല്ലെങ്കിൽ അത്ഭുതം നടന്നതിന് ശേഷമാണല്ലോ നന്ദി? നമ്മളൊക്കെ എങ്ങനെയാണ് ഒരു ഉപകാരം നമുക്ക് ലഭിച്ചതിന് ശേഷമാണ് നന്ദി പറയുന്നത്. ഇവിടെ ആദ്യം തന്നെ നന്ദി പറയുക. നന്ദി പറയുക. എന്നിട്ടാണ് ഈ അത്ഭുതം നടക്കുന്നത്. ഈ അത്ഭുതം നടത്തുന്നതിന്, ഈ ലാസറിനെ ഉയർപ്പിക്കുന്നതിന് മുമ്പ് തന്നെ കർത്താവിന്, പിതാവാൻ ദൈവത്തിന് നന്ദി കർത്താവ് പറഞ്ഞതിന് ശേഷമാണ് ലാസറെ പുറത്തു വരിക എന്ന് പറഞ്ഞ് ഈ അത്ഭുതം നടക്കുന്നത്. എന്തുകൊണ്ടാണ്? കർത്താവിന് അത്രമേൽ ഉറപ്പാണ് എൻ്റെ പ്രാർത്ഥന, എൻ്റെ വിശ്വാസം അത് പരാജയപ്പെടുകയില്ല. കാര്യം എൻ്റെ കർത്താവ് എൻ്റെ പ്രാർത്ഥന കേൾക്കുമെന്ന് കർത്താവിന് അത്രമേൽ ഉറപ്പാണ്. എൻ്റെ പിതാവ് എൻ്റെ അപേക്ഷ സ്വീകരിക്കാതിരിക്കത്തില്ലെന്ന് അത്രമേൽ ഉറപ്പാണ്. അതുകൊണ്ട് അത്ഭുതമൊക്കെ നടക്കുന്നതിന് മുമ്പ് ആദ്യം തന്നെ നന്ദി പറയുകയാണ്. പ്രിയപ്പെട്ടവർ, മൂന്നാമത്തെ ചിന്ത അതാണ്. ഈ ലോകത്ത് എന്തൊക്കെ പരാജയപ്പെട്ടു പോയാലും, ഈ ലോകത്ത് എന്തൊക്കെ അഴിഞ്ഞു പോയാലും രണ്ട് കാര്യങ്ങൾ ഒരിക്കലും പരാജയപ്പെടുകയില്ല: എൻ്റെ വിശ്വാസം, എൻ്റെ പ്രാർത്ഥന. ഇത് രണ്ടും ഒരിക്കലും പരാജയപ്പെടുകയില്ല. ഈ ലോകത്ത് എന്തു അഴിഞ്ഞു പോട്ടെ, എന്തൊക്കെ പരാജയപ്പെടട്ടെ, ഒരു ഭക്തൻ ചങ്കൊക്കെ വെച്ചുകൊണ്ട് പറയാൻ സാധിക്കണം, ഈ ലോകത്ത് എന്തൊക്കെ അഴിഞ്ഞു പോയാലും, എന്തൊക്കെ പരാജയപ്പെട്ടാലും, ആരൊക്കെ തോറ്റാലും ഒരു ഭക്തൻ തോക്കത്തില്ല. കാരണം എന്താ? എൻ്റെ വിശ്വാസം, എൻ്റെ പ്രാർത്ഥന ഒരിക്കലും പരാജയപ്പെട്ടു പോകുകയില്ല. പ്രിയപ്പെട്ടവരെ, മൂന്നാമത്തെ ധ്യാനമാണ്. എൻ്റെ പ്രിയപ്പെട്ടവരെ, എൻ്റെ വിശ്വാസം, എൻ്റെ പ്രാർത്ഥന ഒരിക്കലും പരാജയപ്പെട്ടു പോവുകയില്ല. അതാണ് ഈ ലോകത്ത് ജീവിക്കാൻ എൻ്റെ ഏറ്റവും വലിയ ധൈര്യം എന്ന് പറയുന്നത്. ധൂർത്തപുത്രന് സുബോധമുണ്ടായി. ആ സുബോധത്തിലേക്കാണ് നാമും വരേണ്ടത്. ധൂർത്തപുത്രനുണ്ടായ സുബോധം എന്താണ്?
പന്നിക്കുഴി കിടക്കുമ്പോൾ ധൂർത്തപുത്രനുണ്ടായ സുബോധം. എന്താണ് സുബോധം? എനിക്കൊരു അപ്പനുണ്ട്, അതാണ് സുബോധം. അപ്പൻ്റെ അരികിലേക്ക് ഞാൻ മടങ്ങി പോവുകയാണ്, എനിക്കൊരു അപ്പനുണ്ട്, അതാണ് സുബോധം. പ്രിയപ്പെട്ടവരെ, സ്വർഗത്തിൽ നമുക്കൊരു അപ്പനുണ്ട്, സ്വർഗത്തിൽ നമുക്കൊരു അപ്പനുണ്ട്. അതുകൊണ്ട് എൻ്റെ പ്രാർത്ഥന, ഈ ലോകത്ത് എന്തൊക്കെ പരാജയപ്പെട്ടു പോയാലും, ഈ ലോകത്ത് എന്തൊക്കെ അഴിഞ്ഞു പോയാലും, എൻ്റെ പ്രാർത്ഥന, എൻ്റെ വിശ്വാസം, അത് രണ്ടും പരാജയപ്പെടുകയില്ല. ചങ്കൊക്കെ വെച്ചുകൊണ്ട് പറയാൻ സാധിക്കും, എൻ്റെ പ്രാർത്ഥന, എൻ്റെ വിശ്വാസം അതൊരിക്കലും പരാജയപ്പെട്ടു പോവുകയില്ല. അതുകൊണ്ട് ഈ ലോകത്തോട് നമുക്ക് വിളിച്ചു പറയാൻ സാധിക്കണം, ലോകമേ ലോകമേ നീ എൻ്റെ കൂടെ ഉണ്ടെന്നുള്ളതല്ല എൻ്റെ ധൈര്യം. എൻ്റെ പ്രാർത്ഥന കേൾക്കുന്ന, എൻ്റെ ചങ്ക് പൊട്ടി പ്രാർത്ഥിക്കുമ്പോൾ അത് ശ്രദ്ധിക്കുന്ന ഒരു ദൈവം എനിക്കുണ്ട്, അതിന് എനിക്ക് മറുപടി നൽകുന്നൊരു ദൈവം എനിക്കുണ്ടെന്നുള്ളതാണ് എൻ്റെ ഏറ്റവും വലിയ ധൈര്യം. എൻ്റെ ജീവിത പങ്കാളി, എൻ്റെ മക്കൾ, എൻ്റെ മാതാപിതാക്കൾ, എൻ്റെ സഹോദരങ്ങൾ, സുഹൃത്തുക്കൾ, ഇതൊന്നുമല്ല എൻ്റെ ധൈര്യം എന്ന് പറയുന്നത്. അല്ലെങ്കിൽ എൻ്റെ ജോലി, എൻ്റെ വിദ്യാഭ്യാസ യോഗ്യത, എൻ്റെ ബാങ്ക് ബാലൻസ്, ഇതൊന്നുമല്ല എൻ്റെ ധൈര്യം എന്ന് പറയുന്നത്. എൻ്റെ ധൈര്യം എൻ്റെ കർത്താവ് മാത്രമാണ്. എൻ്റെ ധൈര്യം എൻ്റെ കർത്താവ് മാത്രമാണ്. മോറിയ മലയുടെ മുകളിലേക്ക് അബ്രഹാം കയറുകയാണ്, കൂടെ ഇസഹാക്കുണ്ട്. ഇസഹാക്കിനെ കൂട്ടി കയറുമ്പോൾ ഇസഹാക്ക് ചോദിക്കുന്നുണ്ട്, അപ്പാ ഇതാ തീയും വിറകൊക്കെ ഉണ്ട്, ബലിമൃഗം എവിടാണ്? അപ്പോ അബ്രഹാം പറയുന്ന മറുപടിയാ, കർത്താവ് കരുതും. പ്രിയപ്പെട്ടവരെ, യഥാർത്ഥത്തിൽ അബ്രഹാമിന് അന്നേരത്തെ ഒരു മാനസികാവസ്ഥയുണ്ട്. ദൈവം കരുതിക്കോളുമെന്ന് പറയുമ്പോഴും അബ്രഹാമിന് അന്നത്തെ ഒരു മാനസികാവസ്ഥ. ഈ മോറിയ മല താനും മകനും കയറുകയാണ്, മുകളിൽ എന്താ സംഭവിക്കാൻ പോകുന്നത് വലിയ നിശ്ചയമൊന്നുമില്ല. തൻ്റെ മകനെ ബലിയർപ്പിക്കാൻ ദൈവം പറഞ്ഞിട്ടുണ്ടെന്നുള്ളതൊക്കെ സത്യമാണെങ്കിലും ഈ മലയുടെ മുകളിൽ കയറി ചെല്ലുമ്പോൾ അവിടെ എന്താ സംഭവിക്കാൻ പോകുന്നതെന്ന് ഒരു ഉറപ്പുമില്ല. പക്ഷെ ഒരു കാര്യം മാത്രം അറിയാം, അവിടെ എൻ്റെ കർത്താവുണ്ട്. അതാണ് ഈ മോറിയ മല കയറുമ്പോഴുള്ള അബ്രഹാമിൻ്റെ ഏറ്റവും വലിയ ധൈര്യം. അതാണ്, ആ മലയുടെ മുകളിൽ എൻ്റെ കർത്താവുണ്ട്, അത് മാത്രമേ ഉള്ളൂ. അബ്രഹാം ഒറ്റ കാര്യം അറിയാം, എൻ്റെ മകനെ കൊണ്ട് ഈ മലയുടെ മുകളിൽ കയറി ചെല്ലുമ്പോൾ അവിടെ എൻ്റെ കർത്താവുണ്ട്, അവിടെ എൻ്റെ കർത്താവുണ്ട്. പ്രിയപ്പെട്ടവരെ, നാളെ ആകുന്ന, പ്രത്യേകിച്ച് ഈ കോവിഡിൻ്റെയൊക്കെ പശ്ചാത്തലത്തിൽ ജോലി നഷ്ടപ്പെട്ട ഒരുപാട് മക്കളുണ്ട്, ശമ്പളം കിട്ടിയിട്ട് നാളുകളായ മക്കളുണ്ട്, വിദ്യാഭ്യാസ മേഖലയിൽ തകർച്ച അനുഭവിക്കുന്ന മക്കളുണ്ട്, സാമ്പത്തികമായി തകർന്നു പോയ ബിസിനസ്സുകാരുണ്ട്. ഒരുപാട് പ്രശ്നങ്ങളും പ്രതിസന്ധികളൊക്കെ ഉണ്ടെന്നേ നമ്മുടെ മധ്യേ. നാളെയാകുന്ന ജീവിതത്തെക്കുറിച്ച് ഒരു ആശങ്കയോടുകൂടിയാണ് ഭൂരിപക്ഷം നമ്മുടെ ആളുകളും കാണുന്നത്. പക്ഷേ ഈ അബ്രഹാം ചിന്തിച്ചതുപോലെ, മോറിയ മലയുടെ മുകളിൽ എന്താ സംഭവിക്കാൻ പോകുന്നത് എനിക്കറിയില്ല, പക്ഷേ എൻ്റെ കർത്താവ് ഇവിടെ ഉണ്ടെന്ന് എനിക്കറിയാം, അത് മതി എനിക്ക്. എന്ന് പറഞ്ഞ പോലെ നാളെയാകുന്ന ജീവിതത്തിൽ എന്താ സംഭവിക്കാൻ പോകുന്നതെന്ന് എനിക്കറിയത്തില്ല, പക്ഷേ ഒരു കാര്യം എനിക്കറിയാം, നാളെയാകുന്ന എൻ്റെ ആയുസ്സിൽ നാളെയാകുന്ന ദിവസം ഉണ്ടെങ്കിൽ അവിടെ എൻ്റെ കർത്താവ് എൻ്റെ കൂടെയുണ്ട്. എൻ്റെ ആയുസ്സിൽ നാളെ എന്ന് പറയുന്ന ഒരു ദിവസം ഉണ്ടെങ്കിൽ അവിടെ എൻ്റെ കർത്താവ്, ആ നാളെ എന്ന് പറഞ്ഞ ദിവസത്തിൽ എൻ്റെ കർത്താവും എൻ്റെ കൂടെ ഉണ്ട്. എൻ്റെ ഒരു ഉറപ്പ്, അതാണ് എൻ്റെ വിശ്വാസം. അതൊരിക്കലും പരാജയപ്പെടാൻ ദൈവം അനുവദിക്കത്തില്ല. അപ്പോൾ രണ്ട് കാര്യങ്ങളാണ്, എൻ്റെ വിശ്വാസം, എൻ്റെ പ്രാർത്ഥന, അത് രണ്ടും ഒരിക്കലും പരാജയപ്പെടുകയില്ല. ഒരിക്കൽ ഇങ്ങനെ വായിച്ചു, മരച്ചില്ലയിലിരിക്കുന്ന പക്ഷിക്ക് ഇരിക്കുന്ന ചില്ല ഒടിഞ്ഞു പോകുമോ എന്നോ അല്ലെങ്കിൽ താൻ താഴെ വീഴുമോ എന്നോ ഉള്ള ടെൻഷനോ പ്രശ്നമൊന്നുമില്ല, ഒരു പ്രശ്നവുമില്ല. ഈ മരച്ചില്ലയിലിരിക്കുന്ന പക്ഷിയെ സംബന്ധിച്ചിടത്തോളം ഇരിക്കുന്ന ചില്ലയിലല്ല ആശ്രയിക്കുന്നത്, തൻ്റെ ചിറകിലാണ്. താൻ ഇരിക്കുന്ന ചില്ലയുടെ ബലത്തിലൊന്നും അല്ല, ആ ശിഖരത്തിൻ്റെ ബലത്തിലല്ല യഥാർത്ഥത്തിൽ ഈ പക്ഷി ആശ്രയം വെച്ചിരിക്കുന്നത്. അതിലുപരി തൻ്റെ ചിറകിലാണ്. ഭൂമിയെ ആശ്രയിച്ച്, ഈ ലോകത്തിലാണ് നമ്മുടെ പാദങ്ങൾ ചവിട്ടി നിൽക്കുന്നതെങ്കിലും ലോകത്തെ ആശ്രയിച്ചല്ല ഒരു ഭക്തൻ ജീവിക്കുന്നത്, ദൈവത്തിൽ ആശ്രയിച്ചാണ്. ഈ ലോകത്തെ ആശ്രയിച്ചല്ല ഞാൻ ജീവിക്കുന്നത്, ദൈവത്തിൽ ആശ്രയിച്ചാണ്, എൻ്റെ ദൈവത്തിൽ ആശ്രയിച്ചാണ്. എൻ്റെ പ്രിയപ്പെട്ടവരെ, അതുകൊണ്ട് എൻ്റെ വിശ്വാസം, എൻ്റെ പ്രാർത്ഥന ഒരിക്കലും പരാജയപ്പെട്ട് പോവുകയില്ല. 3 കാര്യങ്ങളാണ് നമ്മൾ ഇന്നത്തെ ദിവസം ധ്യാനിച്ചത്. ലാസറിൻ്റെ ആ സംഭവത്തിൽ നിന്ന്. പ്രിയപ്പെട്ടവരെ, 1, എൻ്റെ കണ്ണുനീരിനെ മറികടന്നു പോകാത്ത, എൻ്റെ കണ്ണുനീരിനെ മാനിക്കുന്ന ഒരു ദൈവം എനിക്കുണ്ട്. ഈ ലോകത്ത് ആരൊക്കെ എൻ്റെ കണ്ണുനീരിനെ മാനിച്ചില്ലെങ്കിലും എൻ്റെ കണ്ണുനീരിനെ മാനിക്കുന്ന ഒരു ദൈവം എനിക്കുണ്ട്. രണ്ടാമതായിട്ട്, ബുദ്ധിക്കതീതമായിട്ട് ബുദ്ധിക്കതീതമായിട്ട് വിശ്വസിക്കുന്നവൻ്റെ ജീവിതത്തിൽ ബുദ്ധിക്കതീതമായിട്ടുള്ള അത്ഭുതം പ്രവർത്തിക്കുന്നൊരു ദൈവമുണ്ട്.
നമ്മുടെ ബുദ്ധി നാം ചിന്തിക്കുന്നതിനേക്കാൾ വലിയ കാര്യങ്ങൾ ചെയ്തു തരാൻ പ്രാപ്തിയുള്ള കഴിവുള്ള ദൈവത്തെയാണ് നാം ആരാധിക്കുന്നത്. ബുദ്ധിക്ക് അതീതമായിട്ട് നീ വിശ്വസിക്കാൻ തയ്യാറായാൽ ബുദ്ധിക്ക് അതീതമായ അത്ഭുതങ്ങൾ നിന്റെ ജീവിതത്തിൽ നടക്കുമെന്നുള്ള കാര്യത്തിൽ യാതൊരു സംശയവുമില്ല. മൂന്നാമതായിട്ട്, ഈ ലോകത്ത് എന്തൊക്കെ പരാജയപ്പെട്ടു പോയാലും എൻ്റെ പ്രാർത്ഥന, എൻ്റെ വിശ്വാസം, ഇത് രണ്ടും ഒരിക്കലും പരാജയപ്പെട്ടു പോകുകയില്ല. ഒരു നിമിഷം നമുക്ക് കണ്ണുകളടച്ച് തലളമണക്കി ദൈവസന്നിധിയിൽ പൂർണ്ണമായിട്ട് സമർപ്പിക്കാം. കർത്താവേ, അങ്ങേ സന്നിധിയിലേക്ക് ഞങ്ങളെല്ലാവരെയും സമർപ്പിച്ച് പ്രാർത്ഥിക്കുന്നു. യാക്കോബ് കണ്ടൊരു ദർശനമുണ്ട്. വലിയൊരു ഗോവണി ഒരറ്റം സ്വർഗത്തെ മുട്ടിയിരിക്കുന്നു, മറ്റേ അറ്റം ഭൂമിയെ മുട്ടിയിരിക്കുന്നു. അതിലൂടെ ദൈവത്തിൻ്റെ ദൂതന്മാർ കയറുകയും ഇറങ്ങുകയും ചെയ്യുന്നു. കർത്താവെ, ശുശ്രൂഷയിൽ ഇപ്പോൾ സംബന്ധിച്ചുകൊണ്ടിരിക്കുന്ന മക്കൾ അവരായിരിക്കുന്നിടത്ത് ദൈവത്തിൻ്റെ ദൂതന്മാർ കയറുകയും ഇറങ്ങുകയും ചെയ്യുവാൻ കർത്താവ് ഈ സമയത്ത് പ്രാർത്ഥിക്കുകയാണ്. ഉറക്കമുണർന്ന യാക്കോബ് താൻ തലയണയായി വെച്ചിരുന്ന കല്ലെടുത്ത് അഭിഷേക തൈലമൊഴിച്ച് ബേതേൽ എന്ന് പേർ വിളിച്ചതുപോലെ കർത്താവെ, ഈ ശുശ്രൂഷ ഇവരുടെ ഭവനത്തിലിരുന്ന് ഇവർ കാണുകയാണെങ്കിൽ ആ ഭവനം മറ്റൊരു ബേതേലായി ദൈവഭവനമായി മാറാൻ വേണ്ടി പ്രാർത്ഥിക്കുന്നു. ഞങ്ങൾ എല്ലാ അയവസ്ഥകളെയും സമർപ്പിച്ചു പ്രാർത്ഥിക്കുന്നു. ദാവീദ് വിളിച്ചു പറഞ്ഞില്ലേ, മാനവും മഹത്വവും അധികാരമല്ല എൻ്റെ കർത്താവിന് മാത്രമാണ്. പൂർണ്ണമായിട്ട് സമർപ്പിക്കാം, പൂർണ്ണമായിട്ട് വിട്ടുകൊടുക്കാം. എൻ്റെ കണ്ണുനീരിനെ മറികടന്നു പോകാത്ത എൻ്റെ ദൈവം, ബുദ്ധിക്കതീതമായ അത്ഭുതങ്ങൾ പോലും എൻ്റെ ജീവിതത്തിൽ പ്രവർത്തിക്കുന്ന എൻ്റെ ദൈവം, ഈ ലോകത്ത് എന്തൊക്കെ പരാജയപ്പെട്ടാലും എൻ്റെ വിശ്വാസവും എൻ്റെ പ്രാർത്ഥനയും പരാജയപ്പെടുകയില്ലെന്ന് ഇന്ന് വചനത്തിലൂടെ എന്നെ പഠിപ്പിച്ച എൻ്റെ ദൈവം, ആ ദൈവത്തിനാണ് എല്ലാ മഹത്വം. പൂർണ്ണമായിട്ട് സമർപ്പിക്കുന്നു, പൂർണ്ണമായിട്ട് വിട്ടുകൊടുക്കുന്നു. പിതാവിൻ്റെയും പുത്രൻ്റെയും പരിശുദ്ധ റൂഹായുടെയും നാമത്തിൽ തന്നെ. ആമേൻ.